ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെരി ഗുഡ് മോർണിംഗ്. കമ്പനി ബോർഡ് LGS പരീക്ഷയെ ലക്ഷ്യമാക്കി നമ്മുടെ പഠന ക്ലാസ്സുകൾ ഏകദേശം ഒരാഴ്ച പിന്നിടുകയാണ്. കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയാണ് നമ്മൾ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. കമ്പനി ബോർഡ് LGSൻ്റെ സിലബസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. 100-ൽ 85 മുതൽ മുകളിലോട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാനാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. കറണ്ട് അഫെയർ 2026-ലാവും പരീക്ഷ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ 2025-ലെ കറണ്ട് അഫെയർ പൂർണ്ണമായിട്ട് പഠിക്കുക, 24 പഠിക്കുക. സിലബസിനെ അടിസ്ഥാനപ്പെടുത്തി കൃത്യമായ ഗ്യാപ്പിൽ കൃത്യമായ ഇടവേളകളിൽ ഗണിതത്തിൻ്റെയും മാനസിക ശേഷിയുടെയും ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ സയൻസിൻ്റെയും പൊതുവിജ്ഞാനത്തിൻ്റെയും മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി SCERT പാഠഭാഗങ്ങളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആവുന്നുണ്ട്. ചാനലിൽ കയറി നിങ്ങൾ കൃത്യമായി പ്ലേലിസ്റ്റുകളൊന്ന് കണ്ടു നോക്കുക. ഇന്നിപ്പോൾ നമ്മൾ മോഡൽ എക്സാമാണ് അപ്ലോഡ് ചെയ്യുന്നത്. മോഡൽ എക്സാം എന്ന് പറയാനൊക്കില്ല, മാതൃകാ ചോദ്യപേപ്പർ അല്ലെങ്കിൽ മുൻവർഷ ചോദ്യപേപ്പർ, ഇത് രണ്ടും ഈ ഒരു പ്ലേലിസ്റ്റിലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ കമ്പനി ബോർഡ് LGS പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ഡിസ്കസ് ചെയ്തത്. ഇന്നിപ്പോൾ വേരിയസ് LGSൻ്റെ ചോദ്യപേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. 2026-ൽ നടക്കാൻ പോകുന്ന പരീക്ഷയ്ക്ക് 25-ലെ ആനുകാലിക ചോദ്യങ്ങൾ കൂടുതൽ വരാം. 24-ൽ നിന്നും 23-ൽ നിന്നുമൊക്കെ 2-3 ചോദ്യങ്ങൾ വരാം. അതിന് പിന്നോട്ടുള്ള ആനുകാലികങ്ങൾ ഒഴിവാക്കിക്കൊണ്ടായിരിക്കും നമ്മൾ മുൻവർഷ ചോദ്യപേപ്പറുകൾ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും രേഖപ്പെടുത്തുക. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അതും പറയുക. അങ്ങനെ നമുക്ക് ഇന്നത്തെ ചോദ്യപേപ്പറിലേക്ക് കടക്കാം. നീരജ് ചോപ്ര നമുക്കെല്ലാവർക്കും പരിചിതനാണ്. 2024-ൽ പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇനം ഏതാണ്? അപ്പോൾ ഓരോന്നും ഓർക്കണം. 2024 പാരീസ് ഒളിമ്പിക്സ്, നീരജ് ചോപ്ര മെഡൽ നേടിയത് ജാവലിൻ ത്രോ. കേരളത്തിൻ്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഓരോ അപ്ഡേഷനും നമ്മൾ അപ്ഡേറ്റ് ആക്കി പോകണം. കേരളത്തിൻ്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജംദാർ. എവിടെയാണ് ആനി ബസന്റ് ഹോം റൂൾ മൂവ്മെൻറ്റ് തുടങ്ങിയത്? ആദ്യ 2 ആനുകാലികം കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അഥവാ ഇന്ത്യൻ ചരിത്രത്തിന് 5 മാർക്കാണുള്ളത്. അതിലേക്ക് ചോദ്യങ്ങൾ കടന്നു. ആനി ബസന്റ് സ്ഥാപിച്ചത് ഹോം റൂൾ മൂവ്മെൻറ്റ് തുടങ്ങിയത് മദ്രാസ്. 1913-ൽ തുടങ്ങിയ ഖാദർ മൂവ്മെൻറ്റിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഗദ്ദാർ മൂവ്മെൻ്റാണ്. അതവിടെ തെറ്റിയാണ് അന്നേ ചോദ്യപേപ്പറിൽ അടിച്ചിരുന്നത്. ഗദ്ദാർ മൂവ്മെൻറ്റ്, ലാല ഹർദയാൽ. താഴെ തന്നിരിക്കുന്നവയിൽ ബാലഗംഗാധര തിലകൻ്റെ ജേണൽ ഏതാണ്? യങ് ഇന്ത്യ ഗാന്ധിജിയൊക്കെ നമുക്കറിയാം. ബാലഗംഗാധര തിലകൻ്റെ ജേണലാണ് മറാത്ത. 3 റൗണ്ട് ടേബിൾ കോൺഫറൻസ്, 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. മഹാത്മാഗാന്ധി പങ്കെടുത്തത് 2ാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരകാലം 1942. ഇന്ത്യയിലെ വൈസ്രോയി ലോർഡ് ലിങ്ലിങ്ഡോ പ്രഭു. PSC മെമ്പറെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണുള്ളത്? രാഷ്ട്രപതിക്ക്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നാണ് കടമെടുത്തത്? ഓരോന്നും വ്യത്യസ്തമായ രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട്. മൗലിക കടമകൾ കടമെടുത്തിരിക്കുന്നത് സോവിയറ്റ് യൂണിയൻ. രാജ്യസഭയുടെ വൈസ് ചെയർമാനാകേണ്ട പ്രായം? രാജ്യസഭയുടെ വൈസ് ചെയർമാനാകേണ്ട പ്രായം 30. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആൾ ആരാണ്? ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആൾ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. മതസ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന
ഭരണഘടനയുടെ അനുച്ഛേദം. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സംരക്ഷിക്കുന്ന അനുച്ഛേദം 25. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം. രണ്ടാം ബർദോളി പയ്യന്നൂർ. 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ്. അപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരം 1936 നടത്തിയ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ആരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് 1932 ഒക്ടോബർ 2 കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത്? ഗാന്ധിജിയുടെ അഭ്യർത്ഥന മാനിച്ചിട്ടാണ് കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത് 1932 ഒക്ടോബർ 2. ഗാന്ധി ജയന്തിയാണ് പ്രത്യേകത. രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെട്ട 1900 ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ലോർഡ് കഴ്സൺ ആണ്. കഴ്സൺ പ്രഭു. മൂലധനം മുഖവുര എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. മൂലധനം മുഖവുര EMS നമ്പൂതിരിപ്പാട്. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന. ഇവിടെ സി ആണ് ശരിയല്ലാത്തത്. അപ്പം ശരിയായത് ആദ്യം പഠിക്കാം. 1950 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ഇന്ത്യക്ക് ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അമേരിക്കൻ മോഡലല്ല, സോവിയറ്റ് മോഡലായിരുന്നു ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികൾ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126. എത്ര രാജ്യങ്ങളെയാണ് പഠന വിധേയമാക്കിയത്? 143. ഇതൊക്കെ PSC ബുള്ളറ്റിനിലെ കറക്റ്റ് അതുപോലത്തെ ആനുകാലികമാണ് ഈ പരീക്ഷയ്ക്ക് വന്നത്. നീതി ആയോഗ് 2023-24 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തോടൊപ്പം 1ാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനം ഉത്തരാഖണ്ഡ്. മുഹമ്മദ് യൂനസ്. ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ചോദ്യമാണ്. 1ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്. നമുക്കത് റിപ്പീറ്റ് ആവാൻ സാധ്യതയില്ല, ഒഴിവാക്കാം. സെബിയുടെ പൂർണ്ണരൂപം അറിഞ്ഞിരിക്കണം. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം. ആകെ മെഡലുകളല്ല, സ്വർണ്ണ മെഡലുകൾ 40. ഇതെല്ലാം തന്നെ PSC ബുള്ളറ്റിനിലെ വരികളിലൂടെയാണ് ഈ ആനുകാലികങ്ങൾ വന്നിരിക്കുന്നത്. അഗ്നി, സൂര്യ, ഇന്ത്യൻ പ്രതിരോധത്തിൻ്റെ ഭാഗമായ ഈ പേരുകൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മിസൈലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമി, അതിൻ്റെ ഭാഗമാണ് ഡെക്കാൻ. വിന്ധ്യ, സത്പുര, ആരാവല്ലി, പശ്ചിമഘട്ടം, പൂർവഘട്ടം ഇവ ഇന്ത്യൻ ഉപദ്വീപീയ ഭൂഖണ്ഡത്തിൻ്റെ ഭാഗങ്ങളാണ്. സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്ത ജോഡി. ഉത്തരാഖണ്ഡ് തലസ്ഥാനം ഡെറാഡൂൺ, ബീഹാർ പാറ്റ്ന, മിസോറാം ഐസ്വാൾ. ആന്ധ്രാപ്രദേശ് തെറ്റാണ്. ആന്ധ്രാപ്രദേശ് തലസ്ഥാനം അമരാവതി. ഇന്ത്യയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ. ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ 7 ഇന്ത്യയുടെ സ്ഥാനം. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശാണ്. ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിൽ ഉള്ളത്. ഉത്തരപർവ്വത മേഖലയെക്കുറിച്ച് തെറ്റായ പ്രസ്താവന. നമുക്ക് ശരികൾ പഠിക്കാം. ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകളുടെ അടിസ്ഥാനത്തിൽ, ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ട്രാൻസ് ഹിമാലയം, ഹിമാലയം, പൂർവാചൽ എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു.
ഉയരത്തിൻ്റെ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട്. മറ്റേത് പർവ്വതനിരകളുടെ അടിസ്ഥാനത്തിലാണ് ട്രാൻസ് ഹിമാലയം, ഹിമാലയം, പൂർവാചൽ. ഏറ്റവും ഉയരം കൂടിയത് ഹിമാദ്രി, പിന്നെ ഹിമാചൽ, ഉയരം കുറഞ്ഞത് സിവാലിക്. നാഗ, ഖാസി, ഗാരോ കുന്നുകൾ പൂർവാചലിൽ സ്ഥിതി ചെയ്യുന്നു. എവറസ്റ്റ് പോലെയുള്ള വമ്പൻ പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സിവാലിക്കിലല്ല, ഹിമാദ്രിയിലാണ്. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനത്തിൽ ഉൾപ്പെടാത്തത്? ഉത്തരം ഹരിയാന. പാകിസ്ഥാനുമായി അതിർത്തി കൂടുതൽ പങ്കിടുന്നത് രാജസ്ഥാനാണ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ച് തെറ്റായത്. ശരികൾ പഠിക്കുക. കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളുണ്ട്. 87 മുനിസിപ്പാലിറ്റികളും 6 മുനിസിപ്പൽ കോർപ്പറേഷനുകളുമുണ്ട്. അർദ്ധ നഗരപ്രദേശങ്ങളിൽ ഭരണം നടത്തുന്നത് നഗരപഞ്ചായത്താണ്. നിരവധി ഗ്രാമപഞ്ചായത്ത് ചേർന്നാൽ വാർഡല്ല, ബ്ലോക്ക് പഞ്ചായത്താണ് ഉണ്ടാകുന്നത്. കേരളത്തിൻ്റെ സമുദ്രതീരം. കേരളത്തിൻ്റെ കടൽ തീരം 590 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു. നിലവിൽ സംസ്ഥാനത്ത് 222 കടലോര ഗ്രാമങ്ങളുണ്ട്. ഇത് SCERT ആണ്. മത്സ്യമേഖലയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഏജൻസിയുടെ പേര് അഡാക്. കേരള ജല കൃഷി വികസന ഏജൻസി, അഡാക്. വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ. ശരിയായതും തെറ്റായതുമായ ജോഡികളുണ്ട്. ശരിയായത് തിരഞ്ഞെടുക്കുക. മതികെട്ടാൻ ചോല ഇടുക്കിയാണ്, വയനാട് തെറ്റാണ്. പാമ്പാടും ചോല ഇടുക്കി. ആറളം കണ്ണൂർ. കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറമാണ്, കൊല്ലം തെറ്റാണ്. ചെന്തുരുണിയാണ് കൊല്ലം. കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. മുഴുവൻ ഗ്രാമങ്ങളിലും ബാങ്കിംഗ് സേവനം ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ്. കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ്. ജനസാന്ദ്രത കൂടിയ ജില്ല മലപ്പുറമല്ല, തിരുവനന്തപുരം. കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച ശരിയല്ലാത്ത പ്രസ്താവന ഏത്? കേരളത്തിൽ ജലവൈദ്യുത പദ്ധതികളാണ് കൂടുതലുള്ളത്. വിവിധ വൈദ്യുത സ്രോതസ്സുകൾ എന്ന് പറഞ്ഞാൽ ജലവൈദ്യുതി, താപവൈദ്യുതി, കാറ്റ്, സൗരം. തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്രോജക്റ്റ് വിഴിഞ്ഞത്താണ്. പൂർണ്ണമായും വൈദ്യുതീകരിച്ച സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കേരളമാണ്. കേരള ജലാശയം നിങ്ങൾ ശ്രദ്ധിക്കണം. കേരള ഭൂമിശാസ്ത്രത്തിന് 10 മാർക്കാണ്. നല്ല രീതിയിൽ പഠിച്ചില്ലെങ്കിൽ ആ 10 ചോദ്യങ്ങൾ നമുക്ക് മിസ്സായി പോകും. അതിൽ പ്രസ്താവനകൾ കൂടുതൽ വന്നിരിക്കുന്നതും ഈ ചോദ്യപേപ്പറിൽ കേരള ഭൂമിശാസ്ത്രത്തിൽ നിന്ന് തന്നെയാണ്. അഷ്ടമുടിക്കായൽ കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നു. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട. വേമ്പനാട് കായൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് വേമ്പനാട് കായലുമായി ബന്ധമില്ലാത്ത ജില്ല. പത്തനംതിട്ടയായിരുന്നു അന്നത്തെ ഓപ്ഷൻ. നിങ്ങൾ ഓർക്കുക, ബന്ധമുള്ളത് ആലപ്പുഴ, കോട്ടയം, എറണാകുളം. കേരളത്തിലെ നദികളെ സംബന്ധിച്ച് ശരിയായത്. പടിഞ്ഞാറോട്ട് കിഴക്കോട്ടെന്ന് പറയുമ്പോൾ ആകെ 44 നദികളുണ്ട്. അതിൽ 41 പടിഞ്ഞാറോട്ട് ഒഴുകുന്നു. കബനി, ഭവാനി, പാമ്പാർ ഇത് 3 കിഴക്കോട്ടൊഴുകുന്നു. അപ്പോൾ ആകെ ശരിയായിട്ട് തന്നിരിക്കുന്നത് കുന്തിപ്പുഴ പടിഞ്ഞാറോട്ട് എന്നുള്ളതാണ്. ബാക്കിയൊക്കെ തെറ്റാണ്. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? മലനാട്, ഇടനാട്, തീരപ്രദേശം. തിരുവല്ല പപ്പൻ എന്നറിയപ്പെട്ടിരുന്ന തോമസ് വർഗീസ്, ഇതൊരു പ്രശ്നം ഉണ്ടാക്കിയ ക്വസ്റ്റ്യനാണ്, ഫുട്ബോൾ ഇനത്തിലാണ് മത്സരിച്ചത്. തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരി ഏതെല്ലാം? ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മഴ ലഭിക്കുന്നു. ഇടവപ്പാതി എന്നറിയപ്പെടുന്നു. തുലാവർഷം എന്ന് പറയുന്നത് ഒക്ടോബർ, നവംബർ മാസങ്ങളിലെ മഴയാണ്. നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി.
വരയാടിനെ അഥവാ നീലഗിരിത്താർ സംരക്ഷിക്കാൻ പ്രൊജക്റ്റ് നീലഗിരിത്താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം തമിഴ്നാട്. കേരളത്തിലെ സ്കൂൾ ബസ്സുകൾക്ക് ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ വിദ്യാവാഹിനി. എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല വയനാട്. തിരുക്കൊച്ചി സംയോജനം 1949 ജൂലൈ 1. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ കേരളീയ കലാരൂപം മുടിയേറ്റ്. ആദ്യത്തത് കൂടിയാട്ടം. നിബന്ധമാല എന്ന കൃതി രചിച്ചത് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി സി ബാലകൃഷ്ണൻ. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ISROയുടെ പുതിയ വാണിജ്യ വിഭാഗം കൊമേഴ്സ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. 2023 IPL ചരിത്രത്തിലെ ആദ്യത്തെ ഇമ്പാക്ട് പ്ലെയർ തുഷാർ ദേശ്പാണ്ഡെ. 2023 ജ്ഞാനപ്പാന പുരസ്കാരം വി മധുസൂദനൻ നായർ. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14. ഈ ചോദ്യങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചാൽ അറിയാം. കൂടുതലും 2024 ആനുകാലികം, പിന്നെ 2023. മലപ്പുറം താനൂർ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ VK മോഹൻ കമ്മീഷൻ. അങ്ങനെ നമ്മളെല്ലാം കടന്ന് സയൻസിലേക്ക് വന്നു. താഴെ പറയുന്നവയിൽ അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട വൈറ്റമിൻ D. വന്യജീവികളോടൊപ്പം ചരിത്ര സ്മാരകങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും ഭൗമ സവിശേഷതകളെയും സംരക്ഷിക്കാനായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന വനമേഖല നാഷണൽ പാർക്കുകൾ. താഴെ പറയുന്നവയിൽ ഏതു കാർഷിക വിളയിൽ പെടുന്നതാണ് വെള്ളായണി ഹ്രസ്വ കിഴങ്ങുവർഗം? വിസർജ്യ വസ്തുക്കളുടെ സാന്നിധ്യം മൂലം മലിനമാക്കപ്പെട്ട കുടിവെള്ളം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഡയേറിയ. മനുഷ്യ രക്തപര്യന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയുത്തരം കണ്ടെത്തുക. ഇവിടെയൊക്കെയാണ് SCERTയുടെ വളരെയധികം ഇമ്പോർട്ടൻസ് വരുന്നത്. ശരിയായ പ്രസ്താവന ശ്വാസകോശ ധമനി അശുദ്ധ രക്തം വഹിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ ധമനികളും അശുദ്ധ രക്തം വഹിക്കുന്നു, എല്ലാ സിരകളും ശുദ്ധരക്തം വഹിക്കുന്നു. ഇതിൽ ധമനിയാണെങ്കിൽ പോലും കൊറോണറി ധമനി മാത്രം ശുദ്ധരക്തം വഹിക്കുന്നു. അപ്പോൾ ശരിയായിട്ട് 4ാമത്തെ പ്രസ്താവന മാത്രമേ ഇതിൽ തന്നിട്ടുള്ളൂ. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയയുടെ പേര് E. coli ബാക്ടീരിയ. കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കാനായി മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിൻ്റെ കമ്പനിയുടെ പേര് ന്യൂറോലിങ്ക് കോർപ്പറേഷൻ. ആറ്റത്തിലെ ഏത് കണത്തിൻ്റെ സാന്നിധ്യമാണ് JJ തോംസൺ കണ്ടെത്തിയത്? ഇലക്ട്രോൺ. പ്രോട്ടോൺ റുദർഫോർഡ്, ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക്, ഇലക്ട്രോൺ JJ തോംസൺ. തന്നിരിക്കുന്നവയിൽ ക്രിസ്റ്റലാകൃതിയില്ലാത്ത കാർബണിൻ്റെ രൂപാന്തരം കൽക്കരി. ഒരു ലോഹധാതുവിനെ അയിരായി പരിഗണിക്കുന്നതിന് അതിനുണ്ടായിരിക്കേണ്ട സവിശേഷതകളെക്കുറിച്ച് കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? എല്ലാ ധാതുക്കളും അയിരുകളല്ല, എല്ലാ അയിരുകളും ധാതുക്കളാണ്. എല്ലാ അയിരുകളും ധാതുക്കളാണ്. ആ ധാതുക്കളിൽ ലോഹത്തിൻ്റെ അംശം കൂടുതലുണ്ടായിരിക്കും. എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചാൻ സാധിക്കും. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. ശ്രവണബോധം ഉളവാക്കാൻ കഴിവുള്ള ഊർജരൂപമാണ് ശബ്ദം. ശബ്ദത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവന. ഇതൊക്കെ SCERT ആണ്. വസ്തുക്കളുടെ കമ്പനം മൂലം ശബ്ദമുണ്ടാകുന്നു. ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. 3ാമത്തത് തെറ്റാണ്. മനുഷ്യരുടെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. ഇവിടെ 2000 എന്നാണ് തന്നത്. കേരള ഗവൺമെൻറ്റിൻ്റെ
ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ സാരഥി. ഏത് മേഖലയിലുള്ളവർക്കാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നൽകുന്നത്? ശാസ്ത്രജ്ഞന്മാർക്ക്. കേരള സാമൂഹിക സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന സാമൂഹിക പരിരക്ഷ വയോമിത്രം. താഴെ തന്നിരിക്കുന്നതിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗം ചിക്കൻ ബോക്സ്. ബാക്കിയെല്ലാം ബാക്ടീരിയ രോഗങ്ങളാണ്. ജീവകം ബി കോംപ്ലക്സിൽ വരുന്ന B12 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം പെർനീഷ്യസ് അനീമിയ. പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ: വേദന കുറയ്ക്കുക, ജീവൻ രക്ഷിക്കുക, ഗുരുതരാവസ്ഥ ഒഴിവാക്കുക. ജീവിതശൈലീ രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്താണ്? അനാരോഗ്യകരമായ ഭക്ഷണശീലം. മാംസ്യത്തിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ക്വാഷിയോർക്കർ. COVID-19 കാരണമായ രോഗാണുക്കൾ വൈറസ്, കൊറോണ വൈറസ്. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി താലോലം. വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരി ബോർഡട്ടെല്ല പെട്രോസിസ്. ചിക്കൻ ബോക്സിൻ്റെ പ്രതിരോധ വാക്സിൻ വാരിസെല്ല വാക്സിൻ. ആൻറ്റിബയോട്ടിക്കിൻ്റെ അമിത വിനിയോഗം തടയാനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി ഓപ്പറേഷൻ അമൃത്. 2023 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണമുണ്ടാക്കിയ ജീവിതശൈലീ രോഗം ഹൃദ്രോഗം. കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി 2023-24 ശ്രവണ വൈകല്യം ബാധിച്ച 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭം ശ്രുതി തരംഗം. കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ 1056. ഇനി കണക്കിലേക്ക് കിടക്കുന്നു. കണക്ക് ജസ്റ്റ് പറഞ്ഞു പോകാം. നമ്മളെ കണക്ക് 10 ചോദ്യങ്ങൾ വീതം ഡെയിലി വേറെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്ത് പോകുന്നുണ്ട്. ഒരാൾ തൻ്റെ സമ്പാദ്യത്തിൻ്റെ 2/2 ഭാഗം ഒന്നാമത്തെ മകനും 5/2 ഭാഗം രണ്ടാമത്തെ മകനും കൊടുത്തു. ബാക്കിയുള്ളത് മൂന്നാമത്തവന് നൽകി. മൂന്നാമത്തവന് എത്ര ഭാഗം ലഭിച്ചു? അയാളുടെ സമ്പാദ്യം 1 ആണെങ്കിൽ അതിൻ്റെ 7/2 അതിൻ്റെ 5/2 2 പേർക്കായിട്ട് കൊടുത്തു. നമ്മൾ പറയുമ്പോൾ ബാക്കി 2/2 ഒന്നുമല്ല, 7/2 5/2 കൂടെ കൂട്ടുമ്പോൾ 35 24 എന്നാണ് ഉത്തരം കിട്ടുന്നത്. 1 നിന്ന് ഈ 35 24 കുറയ്ക്കുമ്പോൾ ബി കിട്ടും. അതാണ് മൂന്നാമത്തെ വ്യക്തിക്ക് കിട്ടിയത്. 1 മീറ്റർ നീളമുള്ള റിബൺ 0.63 നീളമുള്ളത് മുറിച്ച് മാറ്റിയാൽ ബാക്കി എത്ര? 1 മൈനസ് 0.63 ഉത്തരം 0.37 എന്ന് കിട്ടും. ഒളിമ്പിക്സിൽ 100 മീറ്റർ ഓട്ട മത്സരം 10 സെക്കൻഡിൽ ഓടി പൂർത്തിയാക്കിയ ആൾ ശരാശരി എത്ര വേഗതയിലാണ് ഓടിയത്? 10 മീറ്റർ പെർ സെക്കൻഡ്. ഏത് സംഖ്യയോടെ 0.11 കൂട്ടിയാൽ 1.011 കിട്ടും? അത് കിട്ടാൻ എന്തിനോട് 5 കൂട്ടിയാൽ 8 കിട്ടുമെന്ന് പറഞ്ഞാൽ 8 നിന്ന് 5 കുറയ്ക്കുക. 580 രൂപയ്ക്ക് വാങ്ങിയ സാധനം 609 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം കാണാൻ ലാഭം ഭാഗം വാങ്ങിയ വില ഇൻറ്റു 100. ഇവിടെ ലാഭം 29 രൂപ ഭാഗം വാങ്ങിയ വില 580 രൂപ ഇൻറ്റു 100. 5%. 4563 ഇതുകൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ കാണാൻ അതിൻ്റെ ലസാഗു കാണുക 60. ഭിന്നസംഖ്യകൾ കൂട്ടുക. √16 + 4 സ്ക്വയർ കെ ആണെങ്കിൽ കെയുടെ വില. √16 എന്ന് പറഞ്ഞാൽ 4. 4 + 4ൻ്റെ സ്ക്വയർ 4 + 16 ഉത്തരം 20. 12 കളികൾ കഴിഞ്ഞപ്പോൾ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ്റെ ശരാശരി റൺസ് 49. 13ാമത്തെ കളിയിൽ എത്ര റൺസ് എടുത്താൽ അയാളുടെ ശരാശരി 50 ആകും? 12 കളിയിലെ ഓരോ റൺ വീതം എക്സ്ട്രാ എടുക്കണം. അപ്പോൾ 12 റൺ. പിന്നെ ഈ കളിയിലേക്ക് 50 എടുക്കണം. ടോട്ടൽ 62 റൺ.
18 ഗുണം 21 അധികം 21 ഗുണം 82. 18 ഗുണം 21 അധികം 21 ഗുണം 82. സിമ്പിളായിട്ട് കണക്ക് ചെയ്യാൻ 21 പുറത്തെടുക്കുക. 21 ഗുണം 18 പ്ലസ് 82. 21 ഗുണം 100, 2100. കൂട്ടത്തിൽപ്പെടാത്ത സംഗീത ഉപകരണം ഓടക്കുഴൽ. ബാക്കിയെല്ലാം സ്ട്രിങ് ആണ്. ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് 200 മീറ്റർ തെക്കോട്ട് നടന്നു. 100 മീറ്റർ വലത്തോട്ട് 160 മീറ്റർ വലത്തോട്ട് പോയി. വീണ്ടും അവിടെ നിന്ന് 200 മീറ്റർ വലത്തോട്ട് വന്നു. അതിനുശേഷം ഇടത്തോട്ട് 50 മീറ്റർ നീങ്ങി. ഇപ്പോൾ നടക്കാൻ തുടങ്ങിയെടുത്തു നിന്ന് എത്ര മീറ്റർ ആയെന്ന് ചോദിച്ചാൽ 160 50 210 മീറ്റർ. 12 അധികം 10 ഗുണം 5 ഗുണം 0. ബോർഡ് മാസ് വെച്ച് ചെയ്യുക. ആദ്യം മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ. ഉത്തരം 12. ഡൽഹിയെ ഹിഡൽ എന്നെഴുതിയാൽ ഇറ്റലിയെ എങ്ങനെ എഴുതും? LYITA. ഇപ്പോൾ രേവതിയുടെയും അമ്മയുടെയും വയസ്സുകളുടെ തുക 36. 2 വർഷം കഴിയുമ്പോൾ അമ്മയുടെ വയസ്സ് രേവതിയുടെ 4 ഇരട്ടിയാകും. എങ്കിൽ ഇപ്പോഴത്തെ വയസ്സ്. ഇപ്പോൾ രേവതിക്ക് 6 വയസ്സുണ്ടെങ്കിൽ അമ്മയ്ക്ക് 30 വയസ്സ് വേണം, എന്നാലേ തുക 36 ആവുള്ളൂ. 2 വർഷം കഴിയുമ്പോൾ രേവതിക്ക് 8, അമ്മയ്ക്ക് 6ൻ്റെ കൂടെ 2 വർഷം കഴിയുമ്പോൾ രേവതിക്ക് 6 × 2 8 വയസ്സ്, അമ്മയ്ക്ക് 28ഉം 2ഉം 30 വയസ്സ്. ഗുണിച്ച് നോക്കിയാൽ കറക്റ്റ് 4 മടങ്ങാം. 30 അല്ല 32 വയസ്സ്. ഇപ്പോൾ 30 32 വയസ്സ്. 0.31 പ്ലസ് 0.21 ഇൻറ്റു 2. ആദ്യം മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ. 50 കുട്ടികളുള്ള ക്ലാസ്സിൽ 40 കുട്ടികൾ കണക്കിന് ജയിച്ചു. 25 പേര് ഇംഗ്ലീഷിന് ജയിച്ചു. 18 കുട്ടികൾ 2നും ജയിച്ചു. എങ്കിൽ 2നും തോറ്റതാര്? കോമൺ ആയിട്ട് 18 കുട്ടികളങ്ങ് മാറി. ബാക്കി 22 പേര് കണക്കിന് ജയിച്ചു. 25 പേര് ഇംഗ്ലീഷിന് ജയിച്ചു. അപ്പോൾ ഇംഗ്ലീഷിന് 25ഉം കണക്കിന് 22ഉം ജയിച്ചെങ്കിൽ 3 പേരാണ് 2 വിഷയത്തിനും തോറ്റത്. അത് എണ്ണം വെച്ചിട്ട് കണ്ടുപിടിക്കാനൊക്കും. മൈനസ് ചെയ്താൽ മതി. 50 നിന്ന് 40 10, 50 നിന്ന് 25 25, രണ്ടും തമ്മിലുള്ള കോമൺ 22. അപ്പോൾ ഡിഫറൻസ് എടുക്കുമ്പോൾ കിട്ടും. PQRS എന്നീ ആളുകൾ നിൽക്കുന്നു. ഇതൊക്കെ വരച്ച് തന്നെ ചെയ്ത് നോക്കണം. നമുക്ക് സ്പേസ് ഉണ്ട്. P എന്ന ആൾ ക്യൂവിൻ്റെ വലതുവശത്ത്. അങ്ങനെ വരച്ച് വയ്ക്കുക. P എന്ന ആൾ ക്യൂവിൻ്റെ വലതുവശത്ത്, P ക്യൂവിൻ്റെ വലതുവശത്ത്, ആറിൻ്റെ ഇടതുവശത്ത്, S എന്ന ആൾ Pയുടെ ഇടതും ക്യൂവിൻ്റെ വലതും ഇവിടെ നിൽക്കുന്നു. എങ്കിൽ ഏറ്റവും ഇടത്തെ അറ്റത്ത് നിൽക്കുന്ന ആൾ, ഏറ്റവും ഇടത്തെ അറ്റത്ത് നിൽക്കുന്നത് Q, ഏറ്റവും വലത്തെ അറ്റത്ത് നിൽക്കുന്നത് R. ഇത് ചോദിക്കാറുണ്ട്. 103, 104, 107, 112, 119, 128. ഇതിലെ അടുത്ത പദം ആദ്യം 1 കൂട്ടി, പിന്നെ 3 കൂട്ടി, പിന്നെ 5 കൂട്ടി, പിന്നെ 7 കൂട്ടി, പിന്നെ 9 കൂട്ടി, പിന്നെ 11 കൂട്ടുമ്പോൾ 139. കൂട്ടത്തിൽപ്പെടാത്ത സംഖ്യ 114. ബാക്കിയെല്ലാം തന്നെ വർഗങ്ങളാണ്. അപ്പോൾ 100 ചോദ്യങ്ങൾ, അവയുടെ ഉത്തരങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇതുപോലെ അടുത്ത LGS പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ കാണാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.